കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കൊട്ടിയൂർ വൈശാഖ ഉത്സവത്തിനെ പറ്റിയിട്ടാണ്. അതുപോലെ അവിടെ എത്തിച്ചേരേണ്ട വഴികളും അവിടുത്തെ പ്രധാന ചടങ്ങുകളും ഒക്കെയുള്ള കൊട്ടിയൂരിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായ വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ടിട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള മെയ് മാസം മധ്യത്തോടെ തുടങ്ങി ജൂൺ മധ്യം എന്ന് പറഞ്ഞാൽ ജൂൺ അവസാനത്തോടെ ആണ് അവസാനിക്കുക. 28 ദിവസമാണ് ആ ഉത്സവം. പുരളിമലയിലെ കട്ടൻ രാജവംശം ആയിരുന്നു ഈ ക്ഷേത്രമായി ചരിത്രപരമായ ബന്ധം ഉണ്ടായിരുന്നത്. അതിനാലാണ് ഈ സ്ഥലത്തിന് ആദിമത്തിൽ കട്ടിയൂർ എന്നും പിന്നീടാണ് കൊട്ടിയൂർ എന്ന് ഭാഷ പരിണമിച്ച് വന്നത്. ക്ഷേത്രത്തിലെ പാരമ്പര്യ അധികാരമുള്ളവരായിരുന്നു. ഈ വാർഷിക മഹോത്സവം അവരുടെ മേൽനോട്ടത്തിലായിരുന്നു നടന്നിരുന്നത്. ചരിത്രപരമായി മഹോത്സവത്തിൻ്റെ ഭാഗമായി ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള കടന്നുപോകൽ ചടങ്ങുകൾ നടത്തുന്നതിന് കട്ടൻ രാജാവിൻ്റെ അനുമതി ആവശ്യമായിരുന്നു. കട്ടൻ വംശത്തിലെ മൂത്തവനും ഇളവനും യഥാക്രമം വലിയ മുത്തപ്പൻ, ചെറിയ മുത്തപ്പൻ എന്നറിയപ്പെടുന്നു. അവരുടെ താമസം സ്വതന്ത്രമായിരിക്കുകയും ചെയ്യുന്നു. അതായത് കുടുംബത്തിലെ ജനനോ മരണോ മൂലം ഉണ്ടാകുന്ന അതായത് പുല ഒക്കെ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ഒഴിവാക്കുന്നത് വേണ്ടിയിട്ടാണ്. കാരണം ഒരു കാരണവശാലും കൊട്ടിയൂർ പെരുമാളിൻ്റെ ആ ഉത്സവത്തിൻ്റെ ആരാധന മുടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭണ്ഡാരം എഴുന്നള്ളത്തു നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം, പിന്നെ തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. ഭഗവാൻ പരമശിവനെ അപമാനിക്കാനായിട്ട് സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. കണ്ണൂർ ജില്ലയിലെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ കിടക്കുന്നത്. വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴയാണ് കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നത്. പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്ക് ഭാഗത്താണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവില്ല. ഇത് വളരെ പ്രത്യേകത ഉള്ള കാര്യമാണ്. അതുപോലെ ഐതിഹ്യം എന്ന് പറയുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ 14 ലോകത്തെ ശിവനെ ഒഴികെ എല്ലാവരെയും ക്ഷണിച്ച് യാഗം നടത്തി. ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി ശിവനോട് പറഞ്ഞിട്ട്. അവിടെ വച്ചിട്ട് പരമശിവനെ ദക്ഷൻ വളരെ അവഹേളിച്ചു. അതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടിയിട്ട് ജീവനൊടുക്കി. കൈലാസത്തിലിരുന്ന് പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായിട്ട് ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ താടി പറിച്ചു തന്നു. അതേമാതിരി ശിരസ്സറുത്തു. ശിവൻ താണ്ഡവ നൃത്തമാടി. ദേവന്മാരും ഋഷിമാരും ബ്രഹ്മ വിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി. ദക്ഷൻ്റെ തല അതിനിടയിൽ ചിതനിപ്പോയതിനാൽ ആടിൻ്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. അങ്ങനെ ആ യാഗം പൂർത്തിയാക്കി. പിന്നീട് അതിനുശേഷം ആ പ്രദേശം വനമായിട്ട് മാറി എന്നുള്ളതാണ്. അവിടുത്തെ വളരെ പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്നു ആ ഒരു ഉത്സവമാണ്. കാരണം ഒന്നും അവിടെ സ്ഥിരമായിട്ടുണ്ടാവില്ല. ഒരുപാട് ജാതികൾക്ക് ആചാരപരമായി ചടങ്ങുകളുടെ ഒരു ഉത്സവമാണ്. വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും. ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. അതായത് പുതിയതായിട്ട് അവിടെ ഓല കൊണ്ട് മടഞ്ഞു കെട്ടി ഉണ്ടാക്കിയിട്ടാണ്. ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ്. ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂർ പ്രവേശനമില്ല എന്നാണ്. കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. കൊട്ടിയൂരിലെ ഏറ്റവും വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം ഓടപ്പൂവാണ്. വനത്തിൽ നിന്നും ഓട ശേഖരിച്ച് അതിനെ പൂ പോലെ ആക്കിയിട്ട് വിതരണം ചെയ്യുക. അതാണ് അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുന്ന. അതിങ്ങനെ അടിച്ചുണ്ടാക്കിയിട്ട് വെളുത്ത ഒരു താടി പോലെ
അതായത് ഭൃഗു മഹർഷിയുടെ താടിയാണെന്നാണ് അതിന് പറയുന്നത്. വീരഭദ്രൻ വന്ന് നോക്കുമ്പോൾ, അതായത് തൻ്റെ യജമാനത്തി ജീവത്യാഗം ചെയ്തതിൽ സങ്കടത്തിൽ വന്ന് നോക്കുമ്പോൾ ഇവർ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് ദക്ഷനെ പിടിക്കാൻ വന്നപ്പോൾ ഭൃഗു മഹർഷി തടഞ്ഞു. അപ്പോൾ ആ ദേഷ്യത്തിൽ അദ്ദേഹത്തിൻ്റെ താടി വലിച്ച് കീറി പുറത്തേക്ക് കളഞ്ഞു എന്നാണ്. ആ പുറത്തേക്ക് കളഞ്ഞ താടികളാണ് ഈ ഓടപ്പൂവായിട്ട് വരുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഐതിഹ്യമായിട്ടൊക്കെ. അതുപോലെ കൊട്ടിയൂർ ശിവൻ സ്വയംഭുവാണ്. വലിയ ക്ഷേത്ര സമുച്ചയങ്ങളോ ഒന്നുമില്ല, എല്ലാം താൽക്കാലിക നിർമ്മിതികളാണ്. പ്രകൃതിയോട് ഇണങ്ങിയിട്ട്, കാരണം ആ ക്ഷേത്രത്തിൻ്റെ, അതായത് സ്വയംഭൂ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിന് പ്രകൃതി 4 വശത്തും ചിറയാണ്. അതായത് വെള്ളത്തിലാണ്, വെള്ളം കൊണ്ടുള്ള ആ വെള്ളത്തിലൂടെ പ്രദക്ഷിണം ചെയ്യാനേ പറ്റൂ. ആ ഒരു അവസ്ഥ വളരെ മനോഹരമാണ്. അതുപോലെ നമുക്ക് ഭക്തർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ബാവലിപ്പുഴയിൽ 2 കല്ല് എടുത്തിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് 2 കല്ല് എടുത്ത് പരസ്പരം ഉരയ്ക്കുക. അങ്ങനെ ഉരയ്ക്കുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഉണ്ടാവുക. ചില കല്ലിന്ന് ഉരയ്ക്കുന്ന ചിലർ ഉരച്ചാൽ അത് ഭസ്മത്തിൻ്റെ കളർ വരും. അതുപോലെ മറ്റു ചിലർ ഉരയ്ക്കുമ്പോൾ ചന്ദനത്തിൻ്റെ ആയിരിക്കും. അതുപോലെ കുങ്കുമം, ഈ 3 കളറുകളും ശരിക്കും കുങ്കുമം തന്നെ, അതുപോലെ ഭസ്മം തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അത് നമുക്കെടുത്ത് പ്രസാദമായിട്ട് തൊടാൻ പറ്റും. പിന്നീട് അത് ഉരച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് തലയുടെ പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുക. നമ്മളൊന്ന് തിരിഞ്ഞു നിന്ന് നെറുകിനപ്പുറത്തേക്ക് പുഴയിലേക്ക് തന്നെ വലിച്ചെറിയും. അതല്ല മറ്റെന്തെങ്കിലും നമുക്ക് കാര്യസാധ്യമുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ തന്നെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ പുറത്ത് കൈവരിയിൽ കല്ല്, നമ്മളെടുത്ത 2 കല്ലും ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെച്ച് പ്രാർത്ഥിക്കുക. കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യസാധ്യം നേടുന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അവിടുന്ന് 2 കല്ല് കൊടുന്ന് വീട്ടിൽ കൊടുന്നിട്ട് ഉരച്ചാൽ അതിന് ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അതായത് ഭസ്മവും കിട്ടില്ല, ചന്ദനവും കിട്ടില്ല, സിന്ദൂരും കിട്ടില്ല. അത് അവിടുന്ന് നമ്മൾ കുളിച്ച് ഭക്തിയോടെ ഉരച്ചാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കിട്ടും. അതൊരു പ്രത്യേകത തന്നെയാണ്, വലിയൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണത്. അവിടേക്ക് എത്തിച്ചേരാനുള്ളത് ശരിക്കും കണ്ണൂരിൽ നിന്ന് 68 കിലോമീറ്ററാണ്. തെക്ക് കിഴക്ക്, തലശ്ശേരിയിൽ നിന്ന് 58 കിലോമീറ്റർ വടക്ക് കിഴക്ക്. രണ്ടിടത്തു നിന്നും കൂത്തുപറമ്പ്, നെടുമ്പൊയിൽ, കേളകം വഴി കൊട്ടിയൂർ എത്താം. വയനാട് നിന്നും വരുന്നവർ ബത്തേരി, മാനന്തവാടി, ബോയ്സ് ടൗൺ, പാൽച്ചുരം, അമ്പായത്തോട് വഴി കൊട്ടിയൂരെത്താം. മാനന്തവാടിയിൽ നിന്ന് 25.6 കിലോമീറ്ററാണ് മലയോര ഹൈവേ വഴി. പിന്നെ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഉണ്ട്, അവിടുന്ന് 24.8 കിലോമീറ്ററാണ്. അതേപോലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് 46.8 കിലോമീറ്റർ. അടുത്ത് തന്നെ കണ്ണൂർ, അതേപോലെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഉത്സവം തുടങ്ങുക നെയ്യാട്ടത്തിലാണ്, അവസാനിക്കുന്നത് യാഗാഗ്നിക്ക് കലശം, അതായത് എല്ലാം കത്തിച്ചിട്ടാണ്. വീടുകളുണ്ടാക്കിയ, അതായത് പുരകളുണ്ടാക്കിയതെല്ലാം കത്തിക്കും. അത് ഈ പ്രാവശ്യം വരുന്നത് 30-ാം തീയതിയാണ്. അത് വീണ്ടെടുക്കാനുണ്ടായ കാരണം, അതായത് ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള ഒരു ഉത്ഭവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആളുകളൊന്നും ഉപയോഗിക്കാതെ വേടന്മാർ മാത്രം കുറിച്യരൊക്കെ താമസിച്ചിരുന്ന ആ സ്ഥലമായിരുന്നു. അപ്പോൾ ഒരു വേടൻ വന്നിട്ട് തൻ്റെ അമ്പ് മൂർച്ച കൂട്ടാനായിട്ട് ഉരച്ചതാണ്. അപ്പോൾ അതിന്ന് ചോര വന്നു. ആ ചോര വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയതായിട്ട് ചെന്നു, അങ്ങനെ അവിടുത്തെ നമ്പൂതിരി ഇല്ലത്തിൽ ചെന്ന് പറഞ്ഞു. പടിഞ്ഞാറ്റിൽ നമ്പൂരി ആ കുടുംബത്തിൽ അവരുടെ അടുത്ത് വന്നു പറഞ്ഞു. അങ്ങനെ അവര് കൂവയിലയിലാണ് കലശമാടിയത്. പിന്നീട് വൈശാഖ മഹോത്സവമൊക്കെ ചിട്ടപ്പെടുത്തിയതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് ശങ്കരാചാര്യരാണെന്നാണ് വിശ്വാസം. ഉത്സവകാലം എന്ന് പറയുമ്പോൾ 2025 ജൂൺ 8 മുതൽ 2025 ജൂലൈ 4 വരെയാണ്. അതായത് 1199 ഇടവം 7 മുതൽ മിഥുനം 3 വരെ.
അതിൽ സ്ത്രീകൾക്ക് പ്രവേശനം 2025 ജൂൺ 10 മുതൽ ജൂൺ 30 വരെയാണ് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനം. സ്ത്രീകൾക്കുള്ള പ്രവേശനം ആണ് ജൂൺ 10 മുതൽ ജൂൺ 30 വരെ, അതായത് 20 ദിവസം. അവിടുത്തെ ഉത്സവങ്ങളുടെ വിശേഷ ദിവസങ്ങളെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. ബാക്കി മെയ് 12 മേടം 30 ഒരു തുടക്കം വരുന്നത്, അതായത് പ്രാക്കൂഴം. പിന്നെ ജൂൺ 2 ഇടവം 19 തിങ്കളാഴ്ച നീരെഴുന്നള്ളത്താണ്. പിന്നെ ജൂൺ 8 ഇടവം 25 ഞായർ നെയ്യാട്ടം. അതേപോലെ ജൂൺ 9 ഇടവം 26 തിങ്കൾ വെണ്ണാര എഴുന്നള്ളിപ്പ്. ജൂൺ 15 ഞായറാഴ്ച തിരുവോണം ആരാധന. ജൂൺ 17 ചൊവ്വ ഇളനീർ വെപ്പ്. ജൂൺ 18 ബുധൻ ഇളനീരാട്ടം അഷ്ടമി ആരാധന. ജൂൺ 20 മിഥുനം വെള്ളി രേവതി ആരാധന. ജൂൺ 24 മിഥുനം 10 ചൊവ്വ രോഹിണി ആരാധന. ജൂൺ 26 മിഥുനം തിരുവാതിര ചതുശതം. ജൂൺ 27 വെള്ളി പുണർദം ചതുശതം. ജൂൺ 28 ആയില്യം ചതുശതം. ജൂൺ 30 മകം കലം വരവ്. ജൂലൈ 3 മിഥുനം അത്തം ചതുശതം വാളാട്ടം കലശപൂജ. ജൂലൈ 4 മിഥുനം 20 വെള്ളിയാഴ്ചയാണ് തൃക്കലാശാട്ട്. അന്നാണ് ഇതൊക്കെ കത്തിക്കുന്ന ദിവസം. അതായത് മുതിരേരി വാള് അവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്. മുതിരേരി വാള് എന്നൊക്കെ പറയുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന പല കാര്യങ്ങളും അവിടെ കാണാം. അത് വേറൊരു റൂമിലാണ്, അവിടെ കാണിച്ചു തരുമൊക്കെ ചെയ്യും. ചോദിച്ചാൽ വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ നമുക്ക് തൊഴാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ശീവേലി ഉണ്ട്. അതേപോലെ ശ്രീഭൂതബലി ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് ചില ദിവസം 2-2.5 മണിക്കൂറൊക്കെ നിൽക്കും ഉച്ചയ്ക്കൊക്കെ. അതേപോലെ ഇളനീരാട്ടമൊക്കെ പ്രാവശ്യം കൂടുതൽ സമയം, അതായത് ഒരു ദിവസത്തിന് അപ്പുറം നിന്നു എന്നുള്ളതാണ് തിരക്കിൻ്റെ ആ അവസ്ഥ കാരണം. അവിടെ ദേവിക്ക് പ്രത്യേകമായിട്ട് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ ശിവേലി സമയത്തൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ തീർത്ഥം വരുന്നത് ഇത്രയും ചളി നിറഞ്ഞ വെള്ളമായ, ഇത്രയും ജനസഹസ്രങ്ങൾ നടന്നിട്ട് അത്രയും ചളിവെള്ളമായ സ്ഥലം. ബാക്കി ചളിവെള്ളം എന്ന് പറഞ്ഞാൽ ആ വെള്ളം, അത്രയും വെള്ളമുള്ള ആ സ്ഥലത്ത് നമ്മളെ കാൽപാദങ്ങളൊക്കെ ചവിട്ടി വരുന്ന അതിൻ്റെ ആ ഒരു നിറമാറ്റമൊക്കെ വരുന്ന സ്ഥലത്ത് വളരെ എന്താ പറയുക, ഗംഗാജലത്തോളം പരിശുദ്ധിയുള്ള ഒരു സ്ഥലം. ഒരു ഭാഗത്ത് തന്നെ ആ തീർത്ഥം, അതായത് പളുങ്ക് പോലത്തെ ശുദ്ധമായ ആ ഒരു ജലം, തീർത്ഥജലം തന്നെയാണ് അവിടെ പൊട്ടുന്നത്. അത് അത്രയും പ്രാധാന്യമാണ് അതിന്. കാരണം എന്താ വെച്ചാൽ 4 ദിക്കിലും കളറ് മാറിയ, അതായത് വേറെ വെള്ളം പോലെ, പക്ഷെ അതിൽ ഏറ്റവും ശുദ്ധമായ തീർത്ഥജലം വരുന്നതും അതിൽ തന്നെയാണെന്നുള്ളത് അവിടുത്തെ ആ ഒരു ശക്തി ചൈതന്യത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ശരിക്കും ഇതിനെ കൊട്ടിയൂരിനെ ദക്ഷിണ കാശിയായിട്ട് തന്നെയാണ് ആളുകൾ, ഭക്തജനങ്ങൾ കരുതുന്നതും അവിടെ വന്നിട്ട് വണങ്ങുന്നതും. കാരണം അത്രയ്ക്കും പ്രസക്തമായ സ്ഥലം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോയിട്ട് ദർശനം നടത്താനുള്ള സൗഭാഗ്യം ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്നുകൂടി പറയുന്നു. പറ്റാവുന്നവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന്, ഇവിടെ കത്തിക്കുന്ന ചാരം, അതായത് അടുപ്പ് നിറയില്ല എന്നർത്ഥം. ആ ചാരം മുഴുവൻ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ്, അവിടുത്തെ അടുപ്പിലാണ് വന്നിട്ട് നിറയുന്നത് എന്ന് പറയപ്പെടുന്നു. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. എത്ര വെണ്ണീർ കത്തിച്ചാലും, കൊട്ടിയൂർ എത്ര വെണ്ണീർ കത്തിച്ചാലും ഇവിടുത്തെ അടുപ്പിൽ വെണ്ണീർ നിറയില്ല എന്ന്. അത് മുഴുവൻ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് വന്ന് എത്ര വിറക് കത്തിച്ചാലും ആ വെണ്ണീർ അടുപ്പിൽ നിറയാറില്ല അത്രേ. അത് വലിയൊരു കാഴ്ചയാണ്. ഇത്രയും വലിയ മഴക്കാലത്ത് പോലും ലക്ഷക്കണക്കിന് ഭക്തരാണ് കൊട്ടിയൂരപ്പനെ ദർശിക്കാനായിട്ട് എത്തുന്നത് എന്ന് ചിന്തിച്ചാൽ തന്നെ കൊട്ടിയൂരപ്പൻ്റെ
ആ ഒരു സവിശേഷത, അവിടുത്തെ ആ ഒരു ഭക്തി, അത് നമ്മൾക്ക് വേറിട്ടറിയാൻ കഴിയുന്ന ഒന്നാണ്. ബാവലിപ്പുഴ കുത്തി ഒഴുകി പോകുന്നത് പോലെ തന്നെയാണ് ഭക്തജനലക്ഷങ്ങളുടെ വരവും. കാരണം കൊട്ടിയൂരപ്പൻ്റെ മഹത്വം അങ്ങനെ അന്യദേശങ്ങളിലൊക്കെ എത്തിയിട്ട് എത്ര മണിക്കൂർ ക്യൂ നിന്നാലും വേണ്ടില്ല, ഒന്ന് കൊട്ടിയൂരപ്പനെ ദർശിക്കണം, ആ ചിറയിലൊന്ന് നടക്കണം, തൻ്റെ പാദമൂതണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി വളരെ വളരെ VIP-കളും സാധാരണ ജനങ്ങളും എല്ലാവരും വന്നു ചേരുന്ന ആ ഒരു സ്ഥലമാണ് കൊട്ടിയൂർ. ഈ ഒരു മാസക്കാലം എന്ന് പറഞ്ഞാൽ വൈശാഖ മാസ പുണ്യം തന്നെയാണ് അവിടെ. ജാതിഭേദമന്യേ അവിടെ എല്ലാവരും ഒത്തുചേരുന്ന സ്ഥലം തന്നെയാണ് കൊട്ടിയൂരപ്പൻ്റെ സന്നിധാനം. അപ്പം എല്ലാവർക്കും ആ കൊട്ടിയൂരപ്പനെ ദർശിക്കാനുള്ള അനുഗ്രഹം മഹാദേവൻ നൽകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഓം ത്രയംബകം യജാമഹിം സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാഹാത്. ശംഭോ മഹാദേവ. കൊട്ടിയൂരപ്പ ശരണം.